നമസ്കാരം, എല്ലാവർക്കും ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് നിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് എൻ്റെ മക്കളുടെ ബേബി ഫുഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഞാൻ ഇത്രയും കാലം അത് അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. പിന്നെ ഇതിനർത്ഥം നിങ്ങൾ ഈ ഫുഡ് തന്നെ കൊടുക്കണം എന്നല്ല, ഞാനിതൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വേറൊരു വെറൈറ്റി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അത് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇതന്നെ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, അല്ലാതെ ഇതൊരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും ബ്രസ്റ്റ് ഫീഡിങ്ങിന് കൂടാതെയുള്ള സപ്ലിമെൻ്ററി ഫുഡുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും ഞാൻ മൂത്ത ആൾക്ക് 1.25 വയസ്സ് വരെയും രണ്ടാമത്തെ ആൾക്ക് 2.25 വയസ്സ് വരെയും ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ട് മക്കൾക്കും ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വളരെ ചെറുതായിട്ടൊരു സോൾട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ കുന്നങ്കായ എന്ന് പറയാം, മറ്റുള്ളവർ നിലവിലെത്തിയപ്പോഴാണ് അതിന് കണ്ണങ്കായ എന്ന് പറയുന്നത് കേട്ടത്. അപ്പം ആ കായയുടെ പൊടിയില്ലേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കുന്നങ്കായ എന്ന് പറഞ്ഞ പഴം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് പച്ചയാകുമ്പോൾ നമ്മൾ ഈ കൊല മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എരിയും. അത് വെളുത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കും. അതാണ് ഈ കായപ്പൊടി എന്ന് പറയുന്നത്. ആ കായപ്പൊടി വളരെ വളരെ ചെറിയൊരു കുഞ്ഞൊരു സ്പൂൺ എടുത്തിട്ട് 3 മാസത്തിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. വളരെ ചെറിയൊരു സ്പൂണിൽ കുറച്ച് വളരെ ലൂസായിട്ട് കുറുക്കും. ലൈക്ക് കുറേ വെള്ളത്തിലിട്ടാ കുറുക്കുക. വളരെ കുഞ്ഞൊരു എമൗണ്ട് ഉപ്പിടും. അപ്പം അത് കൊടുത്തിരുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ. നോർമലി എല്ലാവരും പറയും 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് കാണുന്നതാണ്. എൻ്റെ അമ്മ പറഞ്ഞു 3 മാസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കൊടുത്തു തോന്നുന്നു. അപ്പോൾ ഈ നമ്മൾ രാവിലെ പിള്ളേരൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സമയമുണ്ടല്ലോ, കുളി കഴിഞ്ഞിട്ട് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയ കുറുക്കിയിട്ടുള്ള ഫുഡ് അപ്പോഴാണ് കൊടുത്തിരുന്നത് ഉച്ചയാകുമ്പോൾ. അപ്പം ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ വളരെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങും. അപ്പോൾ കുറേ നേരം അവർ ഉറക്കം നീണ്ടു നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ ഇത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാവിലെ ആ ഒരു ടൈമിലാണെന്നാണ് പറയാം. രാത്രിയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ഡൈജഷനൊക്കെ കുഴപ്പമില്ലാതിരിക്കാനായിട്ട് ആ ഒരു ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെ അത് കൊടുത്തിരുന്നു. അതൊരിക്കൽ തോന്നുന്നത് 6 മന്ത്സ് വരെ അങ്ങനെ തന്നെയാണ്. ആ ഉച്ചയ്ക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ വളരെ ചെറിയൊരു എമൗണ്ട്. 6 മന്ത്സ് ആയപ്പം ചോറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മന്ത്സ് ആയപ്പോൾ തൊട്ട് രാവിലെ പറഞ്ഞ മാതിരി കായ കൊടുക്കും. അത് കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 6 മന്ത്സ് കഴിഞ്ഞതോട് കൂട്ടിയിട്ട് രാവിലെ കായപ്പൊടിയും ഉച്ചയ്ക്ക് കുറച്ച് ചോറും രാത്രിയാകുമ്പം റാഗിപ്പുല്ല് അങ്ങനെയായിരുന്നു. അപ്പം അതായത് രാവിലെ നമ്മൾ ഈ കായപ്പൊടിയുടെ നേരത്തെ പറഞ്ഞ അളവൊന്ന് കുറച്ചുകൂടി കൂട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ കൽക്കണ്ടല്ലേ, പനം കൽക്കണ്ടം, അതാണ് മധുരം ചേർത്തിന് വേണ്ടിയിട്ടിരുന്നത്. അതും കൂടി ഇട്ട് കുറച്ച് എമൗണ്ട് ഇടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുറുക്കും. വളരെ ആ 3 മാസത്തിന് കൊടുക്കുന്നതിനെക്കാട്ട് എമൗണ്ട് കുറച്ചും കൂടി കൂടിയിട്ട് പിന്നെ ഉച്ചയ്ക്കാകുമ്പം ചോറൂണ് ശേഷം ചോറ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് കുറച്ച് കൊടുക്കണുള്ളൂ. 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അത് കൊടുക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ റാഗിപ്പുല്ലില്ലേ വാങ്ങിക്കുന്നത് ഒന്ന് അരിക്കും. തുണിയിലൊക്കെ ഇട്ടിട്ട് അരിച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗം മാത്രം എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്നു. അതിനും ഈ പനങ്ങൾ കണ്ണം തന്നെയാണ് ഇട്ടിരുന്നത്. രാത്രി അതാണ് കൊടുക്കുക. ഇത് ചൂടുകാലാണെങ്കിൽ നമ്മൾ കൂടുതലും കായ ഒഴിവാക്കിയിട്ട് പുല്ല് മാത്രം എടുക്കുക. കാരണം കായപ്പൊടി എന്ന് പറയുന്നത് കുറച്ച് ചൂട് കൂട്ടുന്ന സാധനം. അപ്പോൾ ചൂടുകാലാകുമ്പം പുല്ലുപൊടി കുറച്ച് കൂടുതൽ കൊടുക്കും. കാരണം പുല്ലുപൊടി തണുപ്പാണ്, കായപ്പൊടി ചൂടാണ്. തണുപ്പുകാലാകുമ്പോൾ നേരെ തിരിച്ചും. അതായത് കായപ്പൊടി കുറച്ച് കൂടുതൽ കൊടുക്കും. കാരണം അത് ചൂടാണ്. പുല്ലുപൊടി കുറച്ച് കുറക്കും. കാരണം കൂടുതൽ തണുപ്പുള്ള ഫുഡ് കഴിച്ച് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 9 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് നമ്മുടെ സൂചി ഗോതമ്പും കൊടുത്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൂചി ഗോതമ്പിൻ്റെ ഒരു സ്പൂൺ എങ്ങാനും ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് ഒരു രാവിലെ ഇപ്പോൾ വൈകുന്നേരമാണ് അത് ഇങ്ങനെ എപ്പോഴും കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെക്കാട്ട് കുറച്ച് 4-5 മണിക്കൂർ മുന്നേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും നമ്മുടെ പാലിന് പകരം തേങ്ങാപ്പാലെടുത്തിരുന്നത്. അപ്പം തേങ്ങാപ്പാലും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇപ്പോൾ തേങ്ങാപ്പാലും ഈ സൂചി ഗോതമ്പിൻ്റെ പാലും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. അതിട്ടിട്ട് കുറുക്കിയിട്ട് പനങ്ങൾ കണ്ടും ഉപ്പിട്ടിട്ട് കുറുക്കിയിട്ട് അതും കൊടുത്തിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റാണ്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടേസ്റ്റ് പിള്ളേർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടിക്കാം. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ബാക്കി ഇപ്പം പുല്ല് കുറച്ച് കാലം കഴിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടിയുമ്പോൾ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ അത് പിള്ളേർ നന്നായിട്ട് കഴിക്കും. എന്താണെങ്കിലും നമ്മൾ കഴിക്കാണ്ടാവുമ്പം ഈ തേങ്ങാപ്പാൽ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 9 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ എന്ത് കുറുക്കുണ്ടാക്കും. നോർമലി കായപ്പൊട്ടിയുടെ കൂടെയാണ് ചെയ്യാറ്. നേന്ത്രപ്പഴം കുറച്ച് പുഴുങ്ങിയിട്ട് നേന്ത്രപ്പഴം കുറച്ച് കഷ്ണങ്ങളായിട്ട് ഈ കുറുക്കിന്റെ കൂട്ടത്തിലിടും. അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് 2-3 സ്ലൈസസ് ഇടും. പിന്നെ ഈത്തപ്പഴം, ഇതൊക്കെ കുറച്ച് പീസസ് എടുത്തിട്ട് ഈ കുറുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വേവിക്കും.
പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലിടും. എന്നിട്ട് ഇതിന്റെ കൂടെ കുറുക്കിന്റെ കൂട്ടത്തിൽ വേവുള്ളൂ. അത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി ചെയ്യുന്ന വെച്ചാൽ ഇത് നല്ലോണം പറ്റ കുറുക്കും. 9 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ലൊരു എന്താ പറയുക ലിക്വിഡ് ഫോമിലാക്കും. എന്നിട്ട് അത് കൊടുക്കും. അപ്പം നമുക്ക് ഒരു ടേസ്റ്റ് പിടിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കായപ്പൊടി കോമൺ ആയിട്ട് ഉണ്ടാവും. ഈ വെജിറ്റബിൾസും പഴം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ ടേസ്റ്റ് ആവും. അപ്പോൾ പിള്ളേർ അങ്ങനെ ആ ടേസ്റ്റ് അനുസരിച്ച് മാറി മാറി കഴിച്ചോളും. അങ്ങനെ പിന്നെ ഒരു നേരം എന്തായാലും ചോറ് കൊടുക്കും. ചോറ് അരച്ചിട്ട് കൊടുത്തിരുന്നത്. പിന്നെ പച്ചക്കറികളാണ് കൂടുതലും 1 വയസ്സ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം കൊടുത്തത് കറി വെച്ച് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം മീനാണ് കൊടുത്തിരുന്നത്. മീനൊക്കെ കറി വെച്ച് കൊടുക്കും. അത് ചിക്കനും എന്തായാലും ഒക്കെ കറി വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെയാണ് ഫ്രൈ ഒക്കെ 1.5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈയും റോസ്റ്റും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറുക്ക് രാവിലത്തേലാണ് എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നടത്താറ്. അതായത് വെജിറ്റബിൾസ് മാറ്റും, ഫ്രൂട്ട്സ് മാറ്റും, ഇടുന്ന ഫ്രൂട്ട്സ് മാറ്റും. ഇപ്പം പഴത്തിന് പകരം ആപ്പിൾ ഇടും ചിലപ്പോൾ. അങ്ങനെ എന്തെങ്കിലും ഇടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടിടും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോഷകങ്ങളും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ കുളി കഴിഞ്ഞ് വന്ന് കുട്ടികളെ രാവിലെ കുളിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കുറുക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല എന്താ പറയുക വിശപ്പ് കൂടും എന്ന് പറയും. കുളി കഴിഞ്ഞ് വരുമ്പോൾ വിശപ്പ് കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. വിശപ്പ് കൂടുന്നുണ്ട് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് കുറേ നേരം കിടന്നുറങ്ങുകയും ചെയ്യും. നമുക്കൊരു കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ എല്ലാ സമയത്തും ഈ കുറുക്ക് കൊടുക്കുന്നതിന്റെ കൂടെ ഞാൻ തിളപ്പിച്ച ആറിയ വെള്ളം കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ടാണ്. അതായത് 3 മാസം തൊട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തൊട്ട് തന്നെയാണ് ഫോളോ ചെയ്യാറ്. ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ വീട്ടിലെ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴം ഈ കുറുക്ക് പിന്നെ എന്താ പറയാ ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറുക്കായിട്ട് കൊടുക്കലേ നിർത്തിയിട്ട് കുറച്ചും കൂടി എന്താ പറയാ വല്ലാണ്ട് സോളിഡും അല്ല എന്നാൽ വല്ലാണ്ട് കുറുക്കല്ലാതെ ഇങ്ങനെ ഉടയണവർ ആ പാകത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. എന്നാലും അവർക്ക് ആ ചവച്ച് കഴിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറുക്കാറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കടിച്ച് കഴിക്കാൻ ശരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിങ്ങനെ പഴമൊക്കെ ആകുമ്പോൾ കുറുക്കിലിട്ട് മിക്സിയിലടിച്ച് കൊടുക്കാതെ നേന്ത്രപ്പഴമൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് പുഴുങ്ങും. എന്നിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് പുഴുങ്ങും. എന്നിട്ട് നമ്മുടെ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് 2 സൈഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് പിള്ളേരെല്ലാം നേരത്തും കഴിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പോവുകയാണെങ്കിൽ ഈ പഴം ഇതാണ് ഞാൻ നോർമലി കൊണ്ടുപോകാറ്. അതായത് ഈ പഴം നെയ്യിലിട്ടിട്ട് വറുത്ത സാധനം ഉണ്ടല്ലോ, പുഴുങ്ങിയിട്ട് നെയ്യിലിട്ടിട്ട് അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് വറുത്ത സാധനം ഒരു ബോക്സിൽ എടുക്കും. പിന്നെ വെള്ളം എടുക്കും. അപ്പോൾ ഇതാണ് പിള്ളേർക്ക് ഞാൻ പുറത്ത് പോകുമ്പോൾ നോർമലി കൊടുക്കാറ്. അതാകുമ്പം പെട്ടെന്ന് പിള്ളേരുടെ വിശപ്പ് മാറും. നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ പെട്ടെന്ന് ഭയങ്കര മെസ്സി ആവുമൊന്നുമില്ല പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ നോർമലി കൊടുക്കാറ്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഞാനൊരു 8 മാസം തൊട്ട് എറോറൂട്ടിന്റെ ബിസ്ക്കറ്റ് ഇല്ലേ അത് കൊടുക്കാറുണ്ടായിരുന്നു. പണ്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ നോക്കാൻ വരുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പറഞ്ഞിട്ട് എയർപോർട്ടിന്റെ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അതും ഒരു ഈസിയാണ്. അതായത് ആ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ പിള്ളേർ കറിഞ്ഞ ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കൈ പിടിച്ചെങ്ങനെ തിന്നോളും. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ പിള്ളേര്. അങ്ങനെ അപ്പോൾ മൂത്ത ആൾക്ക് കൊടുത്തിട്ടില്ല, രണ്ടാമത്തെ ആൾക്ക് മാത്രമേ എയർപോർട്ട് ബിസ്ക്കറ്റ് കൊടുക്കാറുള്ളൂ. അപ്പോൾ ആൾക്ക് അത് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2 വയസ്സായി ഇപ്പോഴും അതെ. പുറത്ത് പോകുമ്പോൾ എന്നെ വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്താൽ പെട്ടെന്ന് ഡീസെന്റ് ആയിക്കോളും. പിന്നെ നമ്മുടെ അംഗൻവാടിയിൽ നിന്നൊക്കെ അമൃതം പൊടി എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടും. അതായത് എല്ലാ പോഷകാഹാരങ്ങളും അതായത് നവധാന്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ എല്ലാവിധ എന്താ പറയാ കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാറുണ്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ കൊടുക്കാന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് മൂത്ത ആൾക്ക് ചില പിള്ളേർക്ക് അത് പിടിക്കില്ല. കാരണം എന്റെ മൂത്ത കുട്ടിക്ക് 6 മാസം തൊട്ടേ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അവള് എപ്പോൾ അത് കഴിച്ചാലും അപ്പൊ തന്നെ വൊമിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ അവൾക്ക് കൊടുക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആളുണ്ടായപ്പോഴും ഇവള് വൊമിറ്റിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. പക്ഷെ പിന്നെ ഒരു 1.5 വയസ്സിന് ശേഷം ഞാനത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആ 2 പേരും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ മൂത്ത ആൾക്ക് ഇപ്പോൾ 4 വയസ്സായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതെന്താ വെച്ചാൽ വെറുതെ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ദോശ പോലെ ചുട്ടു കൊടുക്കും. അപ്പൊ അവരത് ഇങ്ങനെ തന്നെ ടേബിളിൽ ഇരുന്നിട്ട് തന്നെ കഴിച്ചോളും. അപ്പൊ അത് ഇപ്പോൾ ഒരു മെയിൻ ആയിട്ടാണ് അവരുടെ. ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ 2 പേർക്കും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കലില്ല. അതായത് നമ്മൾ എന്താ രാവിലെ കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കുന്നു, അതിനെ അവർക്കും കൊടുക്കും. ഉച്ചയ്ക്കൊക്കെ എന്താണോ നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ അതന്നെ സെയിം തന്നെയാണ് കൊടുക്കാറ്. 2 പേർക്ക് ഞാൻ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കൊടുക്കാറ്. അപ്പം പെട്ടെന്ന് ആ പരിപാടി തീർന്നോളും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോന്നുന്നു. ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ഫുഡുകളും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഒരു വെറൈറ്റി ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോഴും എന്താ പറയാ ആ ഫ്ലഡിന്റെ കാര്യത്തിൽ നിന്ന് ഫ്ലഡ് കഴിഞ്ഞിട്ട് ഇതുവരെയും എന്റെ ആലുവയ്ക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നോർമൽ ഇടുന്ന വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ എന്താ പറയാ നോർമൽ ഇടുന്ന പോലെ ഇടാം. അപ്പൊ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ബി ഹാപ്പി. ബൈ.